നോക്കൂ, ഞാൻ ലെഫ്റ്റാണ് എന്നാണ് കേരളത്തിലെ ഒരു ഇടതുപക്ഷാനുഭാവികളുടെ വോട്ട് നേടാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്. എന്നാൽ വി ഡി സതീശൻ ഇത്തരം തൊഴിൽ സമരങ്ങളെ, ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള തൊഴിൽ സമരങ്ങളെ എതിർക്കും. ഞാൻ ലെഫ്റ്റാണ്, ഞാൻ റൈറ്റല്ല. ഞാൻ ലെഫ്റ്റാണ്. ഷേക്സ്പിയർ റൈറ്റിലായിരുന്ന ആളുകളെ കണ്ട് ഞാൻ വിമർശിക്കും. ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയോട് വായിക്കട്ടോ നിയമസഭയിൽ. ഞാൻ നിങ്ങൾ ലെഫ്റ്റല്ല, പൊളിറ്റിക്സ് നിങ്ങൾ ഷേക്സ്പിയർ റൈറ്റാണെന്നുള്ളത്. കേരളം ലെഫ്റ്റായിട്ട് ലെഫ്റ്റ് പ്രോഗ്രസീവ് ആകണം, പ്രോഗ്രസീവ് തിങ്കിങ് ഉണ്ടാവും. ഒരു സിനിമ ഡയലോഗ് ഉണ്ട്, ഞാൻ ഡയലോഗ് പറയുന്നില്ല. എവിടെയെങ്കിലും ഒന്ന് നിൽക്കാനുള്ള ഒരു പറച്ചിലുണ്ടല്ലോ. അല്ല, ഈ സതീശന് എൻ്റെ ഇത്തരം നിലപാടുകളിലൊന്നും അത്ഭുതപ്പെടാനില്ല. കാരണം വസ്തുനിഷ്ഠമായി പ്രശ്നങ്ങളെ വിശകലനം ചെയ്യാനോ വസ്തുതകളെ സമീപിക്കാനോ അദ്ദേഹത്തിന് ഇപ്പോൾ കുറേ കാലമായിട്ട് കഴിയുന്നില്ല. അദ്ദേഹം ഇല്ലാത്ത നുണ പ്രചരിപ്പിക്കുന്ന നടപടിയിൽ ഇന്ന് മുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് സതീശനാണ്. സതീശൻ പ്രചരിപ്പിക്കുന്ന ഓരോ വിഷയവും എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ നിരവധി പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നെഹ്റൂവിയൻ ലെഫ്റ്റ് എന്താ? നെഹ്റൂവിയൻ ലെഫ്റ്റ് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ. നെഹ്റൂവിയൻ ലെഫ്റ്റിൽ കോൺഗ്രസ് അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പൊസിഷൻ എടുക്കാൻ കഴിയും. സാമ്രാജ്യത്വത്തിന് അനുകൂലമായ നിലപാട് അവർ സ്വീകരിക്കുന്നു. സാമ്രാജ്യത്വത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമരം സ്വീകരിക്കുന്ന അത്തരമൊരു നിലപാടിലേക്ക് പോകാൻ ഇവർക്ക് കഴിയുന്നില്ല. ഒരു പ്രശ്നങ്ങളിലും ലെഫ്റ്റിൻ്റെ നിലപാട് സ്വീകരിക്കാൻ സതീശന് കഴിയുന്നില്ല. സതീശന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി കഴിയുന്നില്ല. പിന്നെ പ്രചരണത്തിന് വേണ്ടി ഇതുപോലുള്ള ചില വാക്കുകൾ ചില സമയത്ത് പ്രകടിപ്പിക്കുക, ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രചാരവേലയാണ്.